എന്താ ജോലിയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ സൂരജ്. എൻ്റെ പേര് അനർഗ. ഞാൻ ആറ്റിങ്ങൽ കരാട്ടെ ടീമിലാണ് കരാട്ടെ ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ കരാട്ടെ പ്ലെയർ ആണ്, ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു കരാട്ടയിൽ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ സ്പോർട്സ് പോസ്റ്റിങ്ങിൻ്റെ ഓർഡർ വരുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ്. നമ്മളൊക്കെ ഞാൻ ചെറുപ്പത്തൊക്കെ കരാട്ടെ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ എല്ലാവരും ചോദിക്കായിരുന്നു കരാട്ടെ പഠിച്ചിട്ട്. അന്നെല്ലാം ഇനീഷ്യലി ഒന്നും ഗ്രേസ് മാർക്കോ അല്ലെങ്കിൽ വേറെ ലൈക്ക് സ്പോർട്സ് കോട്ടയോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം അന്നൊക്കെ എല്ലാവരും ചോദിച്ചിരുന്നു കരാട്ടെ പഠിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ. പക്ഷെ അപ്പം ഒന്നും ഗുണമൊന്നുമില്ല. കരാട്ടെ ഭയങ്കര ഇഷ്ടമായിരുന്നു, കരാട്ടെ ചെയ്യുക അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊക്കെ കുറേ നമുക്ക് ലൈക്ക് ഫേവറായിട്ട് ഒരുപാട് കാര്യങ്ങൾ കരാട്ടയിൽ, നമ്മൾ കരാട്ടെ പ്ലെയർ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രിവിലേജസ് നമുക്കിപ്പോൾ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ജോലി എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി അങ്ങോട്ടുള്ളവർക്കും ഒരുപാട് പേർക്ക് കരാട്ടയിലൂടെ ജോലി കിട്ടുക. കാരണം ആസ് കരാട്ടെ പ്ലേയേഴ്സ് നമ്മളൊക്കെ ബേസിക്കലി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമുക്ക് കരാട്ടെ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേരുണ്ട് കരാട്ടെയൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും, പക്ഷെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് കാരണം മറ്റ് പല കാര്യങ്ങളൊന്നും കാരണം നമുക്ക് പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ഒക്കെ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ജോലി കിട്ടുന്ന സമയത്ത് നമുക്ക് കരാട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ജോലി കിട്ടുമ്പോൾ അതെപ്പോഴും ഭയങ്കര നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഉച്ചവരെ ജോലി ചെയ്താൽ മതി, അതും കുറച്ച് നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ കറന്റ് സിറ്റുവേഷൻ പറഞ്ഞാൽ അഡ്വൈസ് മെമ്മോ വന്നു. ഇനിയിപ്പോൾ ഒരു ആസ് പെർ റൂൾ 45 ഡേയ്സിനകത്ത് നമുക്ക് പോസ്റ്റിംഗ് ഓർഡർ വരണം എന്നുള്ളതാണ്. അപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ അത് ഇനീഷ്യേറ്റ് ആവുന്നു എല്ലാവർക്കും. പിന്നെ ഗവൺമെന്റ് ജോലി പറയുമ്പോൾ എല്ലാവർക്കും താല്പര്യമാണ്. എനിക്ക് ഇനീഷ്യലി വലിയ താല്പര്യം ഇല്ലായിരുന്നു. എനിക്ക് ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ. അങ്ങനെ എനിക്ക് സ്വന്തമായിട്ട് ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം, അതൊക്കെയാണ് എൻ്റെ ഒരു ഡ്രീം. പക്ഷേ ലൈക്ക് ആസ് ഓഫ് നൗ ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ഇപ്പം എനിക്ക് വേണ്ടത് കരാട്ടെ കുറച്ചു കാലം ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അതിന് ഫേവറായിട്ട് എനിക്ക് ജോലി കിട്ടിയപ്പം എനിക്കത് ഭയങ്കര. പിന്നെ വേറെ 1-2 റീസൺസും കൂടി ഉണ്ട്. എനിക്ക് ജോലി ഇപ്പം എനിക്ക് ഒരു നീഡായിരുന്നു പെട്ടെന്ന്. എനിക്ക് പേഴ്സണലി അത് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പൊ കരാട്ടയ്ക്ക് വേണ്ടി കുറെ എഫേർട്ട് ഇരുന്ന് ചില സമയത്ത് തോൽക്കും, ചില സമയത്ത് ജയിക്കും. പക്ഷെ ഒരു സമയത്തൊക്കെ സിൻസിയർ ആയിട്ട് അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് ഇങ്ങനെ ഈ എന്താ ചില സമയത്ത് എന്തോ അത് എപ്പോഴും നടക്കാറില്ല, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കിപ്പം ഒരു ഫേസിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് എന്താ പറയുക ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കരാട്ടെ കൊണ്ട് എനിക്കിപ്പം കിട്ടുന്നുണ്ട്. അതിൽ ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ്. ബേസിക്കലി എല്ലാവരും നന്നായി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാവരും ഇതേപോലെ വർക്ക് ചെയ്യുക. ഇനിയായാലും നമുക്ക് ആക്ച്വലി ഒരുപാട് അവസരങ്ങളുണ്ട്. ഈ ജോലിക്ക് തന്നെ അയക്കുന്നതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഏതാണ് സെക്ടറിൽ വിളിക്കുന്നത്. ആക്ച്വലി നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നമ്മളിപ്പോ കരാട്ടയിൽ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ കരാട്ടയ്ക്ക് കൊടുക്കുന്ന ഡെഡിക്കേഷൻ പോലെ ഒരു പാർട്ടാണ് ഇതിന് വേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം കൃത്യമായി ചെയ്യാന്നുള്ളത്. അതേപോലെ നെക്സ്റ്റ് ഇനിയിപ്പം 2020 മുതൽ 25 വരെയുള്ള കാൻഡിഡേറ്റ്സിനെ ഇപ്പം ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഒരു 2 to 3 months അത് വരും. അപ്പൊ എല്ലാവരും ഇനിയിപ്പം എലിജിബിൾ ആയ എല്ലാവരും ചെയ്യേണ്ടത് ഇതിനെ കുറിച്ച് ക്ലിയർ ആയി പഠിച്ച് ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് നമുക്ക് ഇതിനുള്ളൊരു എഫേർട്ട് ഇട്ട് നമുക്ക് ഡിസർവ് ചെയ്യുന്ന കാര്യം നമ്മൾ കരാട്ടെ എല്ലാം പഠിക്കുന്ന ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഡിസർവ് ചെയ്യുന്ന കാര്യം നമുക്കത് വാങ്ങാൻ ഉള്ള ഒരു എബിലിറ്റി നമ്മൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതാണ് ബേസിക്കലി പറയാനുള്ളത്. എൻ്റെ പേര് സൂരജ്. ഞാൻ ആറ്റിങ്ങൽ കരാട്ടെ ടീമിൽ ഒരു 10 വർഷമായിട്ട് കരാട്ടെ പ്രാക്ടീസ് ചെയ്ത് വരുവാണ്. നമ്മളിത് ഈ സമയത്ത് ഇപ്പൊ PSCന്റെ നമുക്കിപ്പോ ജോബിന്റെ ഒക്കെ ഇപ്പം നിലവില് നമ്മുടെ ഇപ്പം എല്ലാവർക്കും അഡ്വൈസ് മെമ്മോ ഒക്കെ നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. പക്ഷെ ആദ്യത്തെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അതായത് ഈ ജോലി ആദ്യമായിട്ട് വിളിച്ചത് 2010 മുതൽ 2014 വരെയുള്ള സ്പോർട്സ് പേഴ്സൺസിന് ജോലി എന്നുള്ള രീതിക്കാണ്. അന്നൊന്നും നമുക്ക് അന്ന് കരാട്ടയിലൊന്നും ആരും അപ്ലൈ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇതുകൊണ്ട് നമ്മളാണ് ആദ്യമായിട്ട് ഇതിനെ അപ്ലൈ ചെയ്തത്. അപ്പൊ സൂരജിന് ഓർമ്മയുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് അറിഞ്ഞത്, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്തത്? ഞാനൊരു ന്യൂസ് പേപ്പറിൽ ഒരു കട്ടാണ് കണ്ടത്. ഞാനാണ് നിങ്ങളെല്ലാം ഇത് അയച്ചു തരികയും
നിങ്ങളിത് നോക്കാനും നിങ്ങളിത് അയക്കാനും ഉണ്ടായ സാഹചര്യം ഉണ്ടായതല്ലേ? പറയുമ്പോ എല്ലാം പറയണ്ടേ? അല്ല, എനിക്ക് ഓർമ്മയുണ്ട്, സൂരജാണ് ആക്ച്വലി അന്ന് നമ്മളിത് അറിയായിരുന്നു. പക്ഷെ ഇല്ല, ഞാനൊക്കെ നിങ്ങൾക്കിത് അറിയില്ലായിരുന്നു. അല്ല, ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു. പക്ഷെ സൂരജാണ് ഇത് ഈ സമയത്ത് അയക്കണം. ആക്ച്വലി അന്നൊരു ഒരുപാട് ദിവസത്തെ ഒരു വർക്കായിരുന്നു കേട്ടോ ഇത് അയക്കുന്നത്. പക്ഷെ അന്ന് വിചാരിച്ചത് നമ്മൾ ഓൾറെഡി അന്ന് നാഷണൽ മെഡൽ എടുത്ത സമയത്തൊക്കെ ഇതേപോലെ വേറെ കുറെ ജോബ്സിനൊക്കെ അയച്ചിരുന്നു, സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിനൊക്കെ. അപ്പൊ ഒന്ന് നമുക്ക് അല്ലേ ഒരു പോസ്റ്റലിന്റെ എന്തോ അയച്ചിട്ടുണ്ട്. പോസ്റ്റൽ ഞാൻ ഒരു ഇൻകം ടാക്സിന്റെ അതെല്ലാം അയച്ചിരുന്നു. പക്ഷെ നമുക്ക് അന്നൊന്നും ഇതൊന്നും കിട്ടുന്ന ഒരു പ്രതീക്ഷയൊന്നും ഇല്ല. പിന്നീട് ഇതേപോലെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു പ്രൊസീജിയേഴ്സ് നമ്മൾ കുറെ ഓടി നടന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം സൈൻ വാങ്ങി, അത് വാങ്ങി, ഇത് ഇല്ല, വാങ്ങി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓരോ ഗസറ്റഡ് സൈൻ വാങ്ങിച്ചിട്ട് കൊണ്ടു കൊടുക്കേണ്ട ബുദ്ധിമുട്ടുകളെ ഉണ്ടെന്നുള്ളൂ. അവിടെ ഇവിടെ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. 10ലെ സർട്ടിഫിക്കറ്റ്, ഡിഗ്രി, അങ്ങനെയുള്ള സ്പോർട്സ് അച്ചീവ്മെന്റ് സർട്ടിഫിക്കറ്റ് മാത്രം ഇതെല്ലാം അവിടെ വെച്ച് നമുക്ക് അയക്കാൻ പറ്റുമായിരുന്നു. അതെ, അതെല്ലാം കൂടി നമ്മൾ വാങ്ങി അയച്ച് നമുക്ക് പക്ഷെ വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു അല്ലേ? എനിക്ക് ആക്ച്വലി അറിയായിരുന്നു എനിക്ക് കിട്ടുന്ന. എനിക്ക് ആദ്യം പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സ്പോർട്സ് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ സീനിയർ നാഷണൽസ് മെഡൽ കിട്ടിയ കുറെ ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ബേസിൽ എനിക്ക് മനസ്സിലായി ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്, നിനക്ക് എന്തായാലും കിട്ടുമെന്ന് ചാൻസ് ഉണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ ഇവന്റ് ആയതുകൊണ്ട്, നമ്മൾ ടീം ഇവന്റ് ആയതുകൊണ്ട് ചാൻസ് ഒരു ലെസ് ചാൻസ് ആയിരുന്നു. എങ്ങനെയാന്ന് ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് പറയാം. ഇപ്പൊ ലൈക്ക് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു സ്കോറിംഗ് ഉണ്ട്. അതായത് ഇപ്പം 20 ആണ് സ്റ്റാർട്ടിംഗ് മാർക്ക്. 20 to 100 ആണ്. 100 ആണ് ഏറ്റവും പീക്ക് മാർക്ക്. 20 എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് സ്കോർ, അതായത് മിനിമം എലിജിബിലിറ്റി ടു അപ്ലൈ ചെയ്യണതാണ്. ഇതാണ് 20 മാർക്ക്. 20 എന്ന് പറയുന്നത് ഏറ്റവും മിനിമം നമുക്ക് ഒരു ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ 3rd എങ്കിലും വേണം. ഏറ്റവും ഹയസ്റ്റ് നമുക്കറിയാലോ, ലൈക്ക് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ, അതാണ് ഏറ്റവും ഹയസ്റ്റ് എലിജിബിലിറ്റി. ഇതിനനുസരിച്ച് നമുക്ക് ഒരു 20 മുതൽ 100 വരെയുള്ള ഏതാണോ നമുക്ക് കിട്ടിയിരിക്കുന്ന പൊസിഷൻ, അതിൽ നമുക്കൊരു മാർക്ക് വരും. ആ മാർക്ക് എല്ലാവരുടെയും കൂടി മാർക്ക് നോക്കിയിട്ട് ഏറ്റവും ഹയസ്റ്റ് ഉള്ള ഒരു ഇൻഡിവിജ്വലിന് എനിക്ക് തോന്നുന്നു 25 പേരും, അതേപോലെ ഗ്രൂപ്പിനും ഒരു 25 പേര് കമ്പൈൻ ചെയ്ത് ഒരു വർഷം 50 പേര് ആണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ 5 വർഷത്തേക്ക് മൊത്തം 249 വേക്കൻസീസ് ആണ് ഉള്ളത്. പിന്നെ സ്പെഷ്യലി ഏബിൾഡുകാർക്കും ഒരു വേക്കൻസി ഉണ്ട്. സെപ്പറേറ്റ് റിസർവേഷൻ ഉണ്ട്. വിചാരിച്ചിരുന്നു ആക്ച്വലി നമ്മളിത് അയച്ചിട്ട് തന്നെ ഒരു ഒത്തിരി വർഷം, ഇപ്പൊ തന്നെ ഒരു അഞ്ചാമത്തെ വർഷം കഴിയാറായി തോന്നുന്നു. ഇതിലും അങ്ങനെ അല്ലായിരുന്നു, ഒരു 3-4 വർഷത്തിന് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാനിത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും എക്സ്പെക്ട് ചെയ്തിരുന്നു വരും, ലൈക്ക് കിട്ടും, അല്ലെങ്കിൽ ഇതിന്റെ പ്രൊസീഡിങ്സ് ഒക്കെ? എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എന്നാലും കറക്റ്റ് ടൈമിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ 3 സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ആക്ച്വലി ഇവിടെ സെക്രട്ടേറിയറ്റിലാണ് പോയത് അല്ലെ? നമ്മൾ 3 ഒരു ദിവസം പോയി. എനിക്ക് അതൊരു നല്ലൊരു ദിവസമായിരുന്നു. അതേപോലെ ഈ റിസൾട്ട് വന്നപ്പം 3 ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് നമുക്ക് ഇപ്പൊ എനിക്ക് മാത്രം കിട്ടിയതായിരുന്നെങ്കിൽ ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ നമുക്ക് 3 കിട്ടുമ്പോൾ അതൊരു ഗ്രോയിങ് ടുഗെദർ അങ്ങനെ ഒരു ഫീലാണ് നമ്മൾ എല്ലാവരും. പിന്നെ എന്താണ് ഇനിയിപ്പം ജോബ് കണ്ടിന്യൂ എങ്ങനെയാണ് ഈ ജോലിനെ കുറിച്ച് എങ്ങനെയാണ് ഇനിയിപ്പോ ആക്റ്റീവ് സ്പോർട്സിൽ കണ്ടിന്യൂ ചെയ്യാനാണോ? ഇപ്പം ഒരു ഗവൺമെന്റ് ജോലി കിട്ടി, അപ്പം ഇനി പെർമനന്റ് ആയിട്ട് ഗവൺമെന്റ് ജോബിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണോ, എന്താണ്? അല്ല, നിലവില് ആക്റ്റീവ് സ്പോർട്സിൽ നിൽക്കാനുള്ള ഒരു പ്ലാനാണ്. അപ്പം അങ്ങനെ എഴുതി കൊടുത്തിട്ട് നമുക്കപ്പോൾ ഒരു ഹാഫ് ടൈം മറ്റും ജോലി ചെയ്താൽ മതിയാവും. അങ്ങനെയുള്ള രീതിക്കാണ് നോക്കുന്നത്. കഴിഞ്ഞിട്ട് പിന്നത്തെ കാര്യം ചിലപ്പം വേറെ എന്തെങ്കിലും നോക്കും, ചിലപ്പോൾ ഇതിൽ തന്നെ നിൽക്കും. ഡിപ്പെൻസ്, സിറ്റുവേഷൻ ബേസ് ചെയ്ത് ഇരിക്കാം. എൻ്റെ പേര് സൂരജ്. മുന്നേ പോകും.